ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1.5 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ചെറിയ ജീരകം, 1/4 സ്പൂണ് ഉലുവ ഇവയൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി അതിലേക്കൊരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 6 അല്ലി ചെറിയുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂണ് കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് ചെറുതായി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായി ഒന്ന് മൂപ്പിച്ചാൽ കൂടുതൽ സമയം ഇതായി കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചിട്ട് നന്നായി ഒന്ന് എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുക. അത് നല്ല വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് എണ്ണയിൽ നന്നായി ഇളക്കിയതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് ഇത് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു തക്കാളി അരിഞ്ഞു ചേർത്ത് കൊടുക്കുക. ഇത് മിക്സാക്കി ഇനി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്താണ് അത് ഒഴിച്ചെടുത്ത് ഇനി അതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി പുളിക്കനുസരിച്ച് ഉപ്പിൽ മാറ്റം വരും. അത് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി 2 പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. കൂടുതൽ സമയം തിളപ്പിക്കരുത്. അപ്പോൾ നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ